ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 13 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളം താളിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മുടി വളരാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ താളിയൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചീകി കെട്ട് കളഞ്ഞു വെക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ കെയറിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ ജട പിടിച്ച പോലെ കെട്ടുകൂടി അങ്ങനെ ഒന്നും കിടക്കാൻ പാടില്ല. നമ്മൾ നൈറ്റ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും മുടിയൊക്കെ ചീകി നന്നായിട്ട് കെട്ട് കളഞ്ഞു വെക്കണം കേട്ടോ. ചീകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. വലിച്ചു വാരി ഒറ്റയടിക്ക് വലിച്ച് ചീകി മുടി പൊട്ടിക്കാൻ നിൽക്കരുത്. സോഫ്റ്റ് ആയ രീതിയിൽ ചീകി, നമ്മളെപ്പോഴും പറയില്ലേ മുടിയുടെ താഴത്തുനിന്ന് മുതൽ ചീകി തുടങ്ങണം എന്നൊക്കെ പറയില്ലേ, അതേപോലെ സോഫ്റ്റ് ആയ രീതിയിൽ ചീകി നല്ല വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയർ ഗ്രോത്ത് വാട്ടർ അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വലിയ രീതിയിൽ ഡ്രൈനസ് ഒന്നുമില്ല, എന്നാലും ഒരു വിധത്തിലൊരു ഡ്രൈനസ് ഉണ്ടാവും. അപ്പൊ കുറഞ്ഞ അളവിൽ കേട്ടോ. നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ അപ്പൊ നോക്കുക. ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഓയിൽ തേക്കുക. ഡ്രൈനസ് ഇല്ലാന്നാണെങ്കിൽ കുറഞ്ഞ അളവിൽ ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു തവണയല്ലേ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞ അളവിലാണ് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പൊ ആ ഒരു അളവിൽ തന്നെ തേച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാനിത് ഓയിലൊക്കെ തേച്ച് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഞ്ഞിവെള്ളം താളിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതിന്റെ തലേ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകം എടുക്കുക കേട്ടോ. കരിഞ്ജീരകം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പാക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകം എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം ചേർത്താൽ മതി. അപ്പൊ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമല്ലോ. അപ്പൊ ഇത് കുതിർക്കാൻ പാകത്തിന് നമുക്ക് എത്ര പാക്ക് വേണം, നമുക്ക് എത്ര താളി വേണം, അതിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. കഞ്ഞിവെള്ളം അറിയാലോ നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് കഞ്ഞിവെള്ളം ചേർത്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ കഞ്ഞിവെള്ളം നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ. അപ്പൊ ഇതൊരു നൈറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ കുതിർക്കാനായിട്ടുള്ള കരിഞ്ജീരകവും കഞ്ഞിവെള്ളമൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് എന്താ പറയുക, കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കരിഞ്ജീരകം നിങ്ങൾ പൊടിക്കാതെയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ കരിഞ്ജീരകം അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം ചേർത്ത് കരിഞ്ജീരകം മാത്രമാകുമ്പോൾ അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ചിട്ട് ചേർക്കുന്നത്. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിവെള്ളത്തിന്റെ കളർ തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ആ കരിഞ്ജീരകത്തിന്റെ ആ ഒരു ഡാർക്ക് കളറില്ല, അത് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്മെല്ല് പറയുകയാണെങ്കിൽ നല്ലൊരു കരിഞ്ജീരകത്തിൻ്റെതായിട്ടൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. ഈ പാക്ക് അരിക്കാതെ ഉപയോഗിക്കരുത് കേട്ടോ. കരിഞ്ജീരകത്തിന്റെ ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവും. നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താരന്റെ പ്രശ്നം വരാനും ഇച്ചിങ്ങിന്റെ പ്രശ്നം വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഞ്ഞിവെള്ളം താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം താളിന്നോ കരിഞ്ജീരകം താളിന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാക്ക് തേക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം എല്ലാവരും വീഡിയോ മൊത്തമായിട്ടൊന്നും കാണില്ല, സ്കിപ്പ് ചെയ്തിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കുറച്ച് ഓയിൽ തേച്ചിട്ടാണ് പാക്ക് തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേക്കുക. ഞാൻ നേരെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ മേത്ത് മൊത്തം അതുകൊണ്ടാണ് കേട്ടോ മുടി മുമ്പോട്ടേക്ക് ഇട്ട് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ആക്കുക. ബാക്കിയുള്ളത് നമ്മൾ മുടിയിലേക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. മുടിയിൽ തേക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ ലിക്വിഡ് ഫോമിലുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ തേക്കുമ്പോൾ ലാസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ തന്നെ മുടിയിലേക്കൊക്കെ വന്നോളും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് തന്നെ തേക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു താളിയിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചെമ്പരത്തിപ്പൂവും കൂടി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ചെമ്പരത്തിപ്പൂവും അലവേരയൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് ചെയ്യണേ, ഞങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പാക്കിൽ ചെമ്പരത്തിപ്പൂ ചേർക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് തേച്ച് ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നിങ്ങൾ കഴുകുക കേട്ടോ. കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. അപ്പൊ ഞാനിത് പാക്ക് തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി അങ്ങനെ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നോട് കഴിഞ്ഞ ദിവസം കമന്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നനഞ്ഞ മുടി കെട്ടി വെച്ചാൽ പ്രശ്നമല്ലേ എന്നുള്ളത്. ഒരുപാട് നേരം നമ്മളിപ്പോൾ നൈറ്റൊക്കെ അങ്ങനെ കെട്ടി വെച്ചാലേ പ്രശ്നമുള്ളൂ. കുറച്ച് സമയത്തേക്കൊക്കെ നമ്മളിങ്ങനെ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ മുടി കഴുകുന്ന കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കഴുകിയാൽ മതി. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ 13ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ് കേട്ടോ. കരിഞ്ജീരകവും കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ലൊരു
കോമ്പിനേഷൻ ആണ്. നമുക്ക് ഹെയറിന് റീഗ്രോത്ത് തരാനും ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ നൈറ്റ് ഹെയർ കെയർ സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ 14ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.